കൂട്ടുകാരെ, അപ്പൊ ഞങ്ങൾ ഇന്ന് എത്തിയത് കോമാച്ചി പാർക്ക് കേട്ടോ. ഇതെന്റെ നാട് തന്നെയാ കേട്ടോ. പേരിയ 38 എന്ന് പറഞ്ഞത് എൻ്റെ നാട്. കോമാച്ചി പാർക്ക് മാനന്തവാടി കഴിഞ്ഞ് കുറച്ച് വരിക വേണ്ടു. അപ്പം ഞങ്ങൾക്ക് ഇന്ന് പാർക്ക് കുറേ ദിവസമായി ഞാൻ ഇവിടെ വരണം എന്നിങ്ങനെ വിചാരിക്കുന്നു. ഒന്നാമത് എൻ്റെ പേരിൻ്റെ അടുത്ത് ആവും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടില്ല വരാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നത് ഇന്നലെ. മക്കൾക്ക് മദേഴ്സ് ലീവ് അല്ലായിരുന്നല്ലോ. നല്ല അടിപൊളി പാർക്കാണ്. ലാർജസ്റ്റ് ഫോട്ടോ ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ട് തന്നെ സെറ്റ് ആയതാണ്. ഫോട്ടോ എടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്കുള്ളത് ഈ ക്യാമറ സെക്ഷൻ്റെ ഒരു എക്സിബിഷനാണ്. നല്ല പണ്ടത്തെ ക്യാമറ മുതലുണ്ട്. അപ്പോൾ മക്കൾ എന്നോട് ചോദിക്കുന്നു, ഈ പണ്ടത്തെ ഈ പെട്ടി പോലത്തെ ക്യാമറകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരുപാട് ക്യാമറാസ് ഉണ്ട്. അപ്പം എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ ഈ പണ്ടത്തെ ക്യാമറാസ്. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കൗതുകം, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണുമ്പോൾ നല്ല കൗതുകമായിരിക്കും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കുറെ എക്സിബിഷൻസ്, ഫോട്ടോസും ഉണ്ട്, ആർട്ടിസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ കുറച്ച് കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഒരുപാട് എക്സിബിഷൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. ഫോട്ടോ സെക്ഷനും കുറച്ച് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. അതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയ പാടിട്ട് ഞങ്ങൾ മക്കളെല്ലാം അവിടെ ആ ഫോട്ടോ എടുത്തു. അപ്പൊ അമ്മ അപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ആയിക്കോട്ടെ, ഓക്കെ നമുക്ക് അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് എടുത്ത് മെയിനായിട്ട് ഈ പാർക്കിന്റെ ഉള്ളിൽ കയറി പാടി ഇവർക്ക് പോകേണ്ടത് ഈ പാർക്കിലേക്ക് കേട്ടോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല, നമുക്കെല്ലാം കറങ്ങി വന്നിട്ട് പാർക്കിലേക്ക് കയറാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ട്രെയിനിലിരുന്ന് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിനിലിരുന്ന് ഒരു 2 സ്നാപ്പ് അതിലും എടുത്തു. പിന്നെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ജീപ്പ് നല്ല ഭംഗിയുണ്ടായി കാണാന്. അപ്പൊ അതിലും കയറി. അതിലിരുന്ന് നമ്മളൊന്ന് ഇതെല്ലാം ഒന്ന് ഓടിക്കാനുള്ള ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നടന്ന് പോന്ന. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏകദേശം വേറെ കുറച്ചും കൂടി കാണാനുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന ഇക്ക തിരിഞ്ഞു നിന്നതാ, യൂട്യൂബ് വീഡിയോയിൽ ഇടണ്ട എന്നെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഓടിപ്പോയത് ഇക്കാതെ അതിലേക്ക് പെടുത്താണെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു നല്ല അടിപൊളി ഇത് കാണുന്നുണ്ട്. ഇവിടുന്ന് ഇവർക്ക് ഈ ട്രെയിൻ വിട്ടിട്ട് വരാനേ മനസ്സില്ല. അപ്പോൾ 2ാമത്തെ ട്രെയിനിൽ ഇവർ കയറി കേട്ടോ. അതെല്ലാം കയറി അവിടുന്ന് ഒരു 2-3 ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബേർഡ് സെക്ഷൻ. ബേർഡ്സിനെ കാണുന്ന വെച്ചാൽ ഒരു വെറൈറ്റി ഫീലിംഗ് കേട്ടോ. അത് വന്ന് അപ്പം നല്ല രസം കാണാൻ ബേർഡ്സിന്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ബേർഡ്സ് ആണുള്ളത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ചു നേരം ഇങ്ങനെ വട്ടം നടന്നു കേട്ടോ. നല്ല രസം. അവരിങ്ങനെ ഇരുന്ന് തിന്നുന്നല്ല നമ്മളെ കൂട്ടിലിരിക്കണ. പിന്നെ നമുക്കൊരു ബ്ലാക്ക് സൈഡ് ഒരുക്കാം. ആ സൈഡ് കണ്ടതോടെ എല്ലാവരും കയ്യിൽ വന്നിരുന്നു നല്ല ഉഷാറായിട്ട് തിന്നാനും കൂട്ടുകൂടാനെല്ലാം തുടങ്ങും. അതന്നെ ഒരു രസം. പോലെ കയ്യിൽ വന്നിങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇത്ര വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല സന്തോഷം. പൊതുവെ നമുക്ക് ബേർഡ്സും ഫിഷ് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ. ഒരുപാട് ദിവസമായി ചോദിച്ച് അങ്ങനെ ഇറങ്ങിയതാ കേട്ടോ. പിന്നെ കുറെ നേരം പിടിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ന ഭാഗത്തൊന്നും കിളികൾക്ക് വിശപ്പില്ല, അവർക്ക് വയറെന്ന് അറിഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും വരാത്തേന്നെല്ലാം വിചാരിച്ചു. എന്നിട്ട് ഞാൻ എന്താക്കി അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് ഞാൻ കുറച്ച് സീഡ് ഇട്ടിട്ട് ബാക്കിയുള്ളവരെ പിന്നെ ഞങ്ങൾ എന്താക്കി അവിടെ തന്നെ ഒരു ചെറിയ കൂടുണ്ടായി. കൂടിന്റെ അടുത്ത് ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്ത് അവിടുന്ന് അങ്ങനെ ഒരു കൊത്തി തിന്നാൻ തുടങ്ങി ഇക്കാന്റെ കയ്യിൽ നിന്ന്. പിന്നെ ഒരു 2 താഴെ തന്നെ കറങ്ങി കളിക്കുന്നുണ്ടായി. അവർക്ക് ഇട്ട് കൊടുത്തിക്ക. പിന്നെ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നില്ല, ഞാൻ ഇങ്ങനെ ഫോട്ടോക്ക് കിട്ടൂല. അപ്പൊ ഞങ്ങൾ ഓടി. എന്റെ തലയിലെല്ലാം വന്നിരുന്ന് കൊത്താൻ തുടങ്ങി 2ആളും. പിന്നെ ഇക്കാന്റെ കുറച്ച് നേരം നോക്കിയപ്പോ ഇക്കാന്റെ കയ്യിൽ
അന്നേരം പിന്നെ ഞാൻ ഇവരെ അവിടെ ഇട്ടിട്ട് ഞാൻ ഇക്കാനെ പുറകെ പോയി വീഡിയോ എടുക്കാൻ. എന്താ രസമല്ലേ. എനിക്ക് തൊപ്പി മറ്റേ സ്റ്റാർ പോലത്തെ എന്തോ സംഭവം ഉണ്ട്, അതെല്ലാം വല്ലാതെ കൊത്തുന്നുണ്ടായി. കിക്കിളിയാവുന്നു ചെവിയെല്ലാം പോയിട്ട് കൊത്തുന്നുണ്ടായി. അപ്പൊ ഞാൻ കുറച്ച് അനങ്ങണ്ടിരുന്നപ്പോ എനിക്ക് കുറച്ച് ഇങ്ങനെ അതിനെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഒരാൾ തോളെ തന്നെ ഇരുന്നിരുന്നു, പിന്നെ എൻ്റെ കയ്യിൽ ഒരാൾ മാത്രം ഉണ്ടായി, ബാക്കി എല്ലാവരും പറഞ്ഞു ഒരാൾ. അപ്പൊ എനിക്ക് അതിനെങ്ങനെയും ഒന്ന് തൊടണം. അപ്പൊ തൊട്ടപ്പോ അങ്ങ് പോയി. പിന്നെ പറന്നു വന്ന് പിന്നെയും തോളെ തന്നെ ഇരുന്ന്. പിന്നെ തോളത്തിരുന്നപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ കവള് കാണിച്ചു കൊടുത്തു. അപ്പൊ കവളത്തെല്ലാം ഇങ്ങനെ എന്തെല്ലോ കൊത്തിപ്പെറുക്കുന്നുണ്ട്, എന്തേലും ഉണ്ടോ ആവോ. നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി. കുറെ ബാക്കി കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ഒരു നല്ല അടിപൊളി കുതിരവണ്ടി ഉണ്ട്. കുതിരവണ്ടിന്റെ ഡെക്കറേഷൻ അടിപൊളിയാ. പിന്നെ നമ്മൾ ബേർഡ്സിന്റെ ഇതിന്ന് പുറത്തിറങ്ങിയാൽ ഫുൾ ബേർഡ്സിന്റെ ഡ്രോയിങ്സാ, പെയിന്റ് ചെയ്ത വർക്കാന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് അതെല്ലാം കാണാൻ. പിന്നെ ഇതിൽ നല്ല രസമാണ്. നമ്മൾ ഈ കല്യാണ ഫംഗ്ഷനെല്ലാം ബ്രൈഡലെല്ലാം ചെയ്യുമ്പോഴോ അങ്ങനത്തെ ഫംഗ്ഷൻസിനെല്ലാം ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഭംഗി ഉണ്ടാവും. പോകുന്നിടത്ത് ഞാൻ വിളിച്ചെത്തി ഇവിടെ നിൽക്കാം, നമുക്കൊരു ഫോട്ടോ എടുക്കാം. പിന്നെ അവിടെ ഒരു ആന ഉണ്ടായി, അതിന്റെ ഫോട്ടോ എടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോസിന്റെ സെക്ഷൻസ് ഉണ്ട്, ഡ്രോയിങ്ങിന്റെ സെക്ഷൻസ്. നല്ല രസമുണ്ട് ഡ്രോയിങ്സ് എല്ലാം കാണാൻ. അവിടുന്ന് കുറച്ച് വീഡിയോ എല്ലാം ഇങ്ങനെ എടുത്തു ഡ്രോയിങ്ങിന്. ഫോട്ടോസ് എല്ലാം എടുത്തിറങ്ങുമ്പോൾ നമുക്കൊരു സെൽഫി എടുക്കാനാണ് അയക്കാനും പിടിച്ചെടുത്ത്. പിന്നെ നമ്മൾ അവിടെ ഒരു മണ്ഡപം പോലെ ആക്കി. അവിടുന്ന് ഡാൻസ് ഷോസ് എല്ലാം നല്ല രസമുണ്ടാവും. ഭരതനാട്യം ഡ്രസ്സെല്ലാം ഇട്ട് ഭരതനാട്യം എല്ലാം കളിക്കുന്ന നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് വലിയൊരു കപ്പലാട്ടോ, അല്ല തോണിയാട്ടോ സംഭവം. നല്ല രസമുണ്ട്. അത് റെഡിയായി വരുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നെല്ലാം കളിച്ച അവിടുന്ന്. അപ്പം പിന്നെ ഞങ്ങൾ പോയത് പാർക്കിലേക്കാട്ടോ. പാർക്കിലേക്ക് പോയി. നല്ല രസമുണ്ടായി പാർക്ക്. പിന്നെ മക്കൾ കളിക്കുന്ന അവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് കളിച്ച് കുറെ നേരം. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന. അപ്പൊ പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ചെറിയ മാൻകുട്ടികളെ സ്റ്റാച്ചു ഉണ്ട്, അവിടുന്ന് 2 ഫോട്ടോസ് എടുത്തു. അപ്പൊ ഇതാണ് ഇതിന്റെ ചുറ്റിനുള്ള ബാക്ക്ഗ്രൗണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് നിന്ന് ഒരു